എന്താണ് എന്റെ നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. ടീച്ചറേന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വെപ്പുമുടി സത്യഭാമ എന്ന്. നമസ്കാരം. അങ്ങനെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ അമ്മച്ചിയെ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട്. അവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ സൗന്ദര്യത്തിന് ഭയങ്കര മുൻതൂക്കം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അവർ ഫോക്കസ് ചെയ്യുന്നത് കറുപ്പെന്ന് പറഞ്ഞ ഒരു നിറമെന്ന് പറയുന്ന ആ ഒരു നിറത്തിനോട് വളരെയധികം അവർക്ക് അവഗണനയാണ്. അതുപോലെ തന്നെ ജാതി വളരെയധികം ഉന്നത ജാതിക്കാരോട് മാത്രമേ അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർ മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നൊക്കെയാണ് ഈ സ്ത്രീയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ഐശ്വര്യറായിയാണ് താനെന്ന ഉള്ള ഒരു അഹംഭാവമാണ് ഈ 68 വയസ്സുള്ള ഈ അമ്മച്ചിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ പല ആളുകൾക്കും സൗന്ദര്യമില്ല, അതൊരു വലിയൊരു പ്രശ്നമാക്കിയാണ് ഇവർ മാറ്റിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളെയും ഇവർ വിമർശിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാവുന്നതാണ് കലാഭവൻ മണിച്ചേട്ടൻ്റെ സഹോദരനായിട്ടുള്ള RLV രാമകൃഷ്ണൻ സാറിനെ കുറിച്ച് ഇവർ മോശമായ രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹം മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മോഹിനിയാട്ടം അദ്ദേഹം കറുത്ത നിറമുള്ള ആളായിട്ടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിട്ടോ ഒക്കെയാണ് അവർ വിമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല വ്യക്തികളെക്കുറിച്ചും ശ്രീകുമാർ, അതുപോലെ മല്ലിക സുകുമാരൻ, ഇവരെക്കുറിച്ചൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഈ അമ്മച്ചി അങ്ങ് പടച്ച് ഉയർത്തി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇവർ ഇത്രയും പ്രായമുള്ളൊരു സ്ത്രീ ആണെങ്കിലും അവർക്ക് അഹങ്കാരത്തോടു കൂടിയുള്ള വാക്കുകളാണ് ഇവർ സംസാരിക്കുന്നത്. അവർ മാത്രമാണ് എല്ലാം തികഞ്ഞത്, അവർ ഐശ്വര്യറായിയാണ് എന്നൊക്കെയുള്ളൊരു ഭാവമാണ് ഈ അമ്മച്ചിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കൺമുമ്പിൽ പല ആളുകളെയും ഇവർ നെഗറ്റീവാക്കി വന്ന് സംസാരിക്കുകയാണ്. ആരെങ്കിലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം അവർ റിയാക്ഷനുമായിട്ട് ഇവർ രംഗത്തിറങ്ങും. അങ്ങനെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മുൻ ബിഗ് ബോസ് താരമായ നന്ദനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതിന് പ്രധാന കാരണം നന്ദനയുടെ അടുത്ത് മീഡിയക്കാർ വന്നിട്ട് ഈ സത്യഭാമ അമ്മച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതിപ്പം നന്ദനയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ശരി തന്നെ അവരെക്കുറിച്ച് നന്ദന പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ സംസാരിക്കുള്ളൂ. കാരണം അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത്രത്തോളം മോശം ആണ്. തരം താഴ്ന്ന ലെവലിലുള്ള ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു പ്രായത്തിൻ്റെതായ പക്വതയോട് കൂടിയുള്ള ഒരു സംസാരമല്ല. ആ വാക്കുകളിലുടനീളം അഹംഭാവം മാത്രമാണ് ഈ സ്ത്രീക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നന്ദനയും പക്ഷെ നന്ദന മോശമായിട്ടൊന്നും അല്ല സംസാരിച്ചിരിക്കുന്നത്. നന്ദന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്ദന പറയുന്ന കാര്യങ്ങളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു വ്യക്തിനെ എന്തൊക്കെ അധിക്ഷേപിക്കാം, അങ്ങനെ മാക്സിമം ആള് വലിയ സൗന്ദര്യറാണിയാണെന്നാണോ വിചാരം? കുറച്ച് മുടിയുണ്ട്, സമ്മതിച്ചു. എന്തുകൊണ്ടാണ് കലാമണ്ഡലം എന്താ സത്യഭാമ അല്ല, ഞാൻ പറയാം, കുറച്ച് ബോധത്തിൽ സംസാരിക്കും ചേച്ചി. എന്താണ് പറയണെന്നുള്ളതും മറ്റുള്ളവരെ എങ്ങനെ അവരുടെ മനസ്സെത്ര വേദനിക്കുന്നുള്ളൂ. അപ്പൊ അവരെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അപ്പൊ അവരോട് തെറിയും പറഞ്ഞ ഓരോന്നൊക്കെ പറയും. കുറച്ച് കോമൺ സെൻസിൽ ഇത്രയും കലാമണ്ഡലാണെന്നൊക്കെ പറഞ്ഞ വലിയ ഡാൻസർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഡാൻസേഴ്സിനാണ് ആൾ കുറ്റം പറയുന്നുണ്ട്. നമ്മുടെ രാമകൃഷ്ണ മാഷിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ, കലാഭചേട്ടന്റെ അനിയനെ പറ്റിയിട്ട്. ഇവർക്കൊക്കെ ആ സ്ത്രീക്ക് എന്തോ യോഗ്യത ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. കലാമണ്ഡലം എന്ന് ഫ്രണ്ടിൽ പേര് വെച്ചാൽ ഞാൻ നന്ദന കലാമണ്ഡലം എന്ന് ഫ്രണ്ടിൽ പേര് വെച്ചാൽ കലാമണ്ഡലാവും. വാക്കുകൾ കേട്ടില്ലേ? നന്ദന പറയുന്നില്ല ഒരു മോശമായിട്ടോ ഒരു അനാവശ്യമായിട്ടോ ഉള്ള ഒരു വാക്കുകൾ നന്ദന പറഞ്ഞില്ല. അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ആ ഒരു രീതി കൊണ്ട്, അവരുടെ ആ ഒരു സ്വഭാവം, അവരുടെ ആ വായിലെ ആ ഒരു സംസാര രീതി, ആ ഒരു കാര്യം മാത്രമാണ് നന്ദന സംസാരിച്ചിരിക്കുന്നത്. നന്ദനയോട് ചോദിച്ചപ്പോൾ നന്ദന ഒരു സ്റ്റാൻഡേർഡോട് കൂടി സംസാരിക്കത്തില്ലേ ചേച്ചി നിങ്ങൾക്ക് എന്നാണ് അവർ ചോദിച്ചത്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടി സംസാരിക്കത്തില്ലേ എന്നാണ്. കാരണം എല്ലാവരെക്കുറിച്ചും മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് അവരെ പോലെ വലിയൊരു പൊട്ടൊക്കെ ആന ചവിട്ടിയ പോലത്തെ ഒരു പൊട്ടും തൊട്ട്, പിന്നെ അവർക്ക് കുറേ കാർക്കൂന്തലുണ്ട്, ആ കാർക്കൂന്തലും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ലെവലിലിരിക്കുന്ന ഒരു ഇതാണെന്നായിരിക്കും അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ആ കാണുന്നവൻ്റെ കണ്ണിലുള്ള ആ ഒരു ഇതല്ല, അത് അവർ അവരുടെ സ്വഭാവം കൊണ്ട്, ചില ആളുകളുടെ സ്വഭാവം കൊണ്ടായിരിക്കാം നമുക്ക്
സൗന്ദര്യം അതിലായിരിക്കും അവരുടെ ചില ആളുകളുടെ ഇടപെടലായിരിക്കാം, വർത്തമാന രീതികൾ, അങ്ങനെ പല ഇതുണ്ട്. അതൊക്കെയാണ് അവരുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാണുന്ന കുറേ നിറമോ അല്ലെങ്കിൽ കുറച്ച് ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് ഇട്ടെന്നോ അല്ലെങ്കിൽ വലിയൊരു ആന ചവിട്ടിയ പോലെയുള്ള പൊട്ട് തൊട്ടെന്നോ അല്ലെങ്കിൽ ഒരുപാട് മുടി നിലം മുട്ട പിന്നെ രീതിയിലുള്ള ഒരു സൈസ് മുടി ഉണ്ടെന്നോ എന്നൊക്കെ കരുതിയാണ് ഇവരുടെ രീതിയിലുള്ള ഒരു സൗന്ദര്യ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. കറുത്തിരുന്നാലും അതിന് സൗന്ദര്യമുണ്ട്. അവരുടെ ഈ പുറമേ കാണുന്നുള്ള ഒരു സൗന്ദര്യമല്ല, അവരുടെ ഉള്ളിലുള്ള സൗന്ദര്യമാണ്. ആന്തരികമായിട്ടുള്ള സൗന്ദര്യത്തിനാണ് തൂക്കം കൊടുക്കേണ്ടത്. അല്ലാതെ ബാഹ്യ സൗന്ദര്യമല്ല. എത്ര ചിലപ്പം വെളുത്തിട്ട് വന്ന് നിന്ന് നിൽക്കുന്നതാണേലും അതുപോലെ ഒരുപാട് മുടിയുണ്ടെന്നോ അല്ലെങ്കിൽ അത്രയധികം ഭംഗിയുണ്ടെന്നോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ അവരുടെ ഉള്ളിൽ മഹാവിഷമാണെങ്കിൽ അതിനൊട്ടും സൗന്ദര്യമില്ല. ആ വ്യക്തിക്ക് ഒരു സൗന്ദര്യമില്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. പക്ഷേ ഈ പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത്. ഇവരുടെ ഒരു ഇവർ എല്ലാവരെയും തരം താഴ്ത്തി, ഇവർക്ക് 68 വയസ്സായ ഈ സ്ത്രീ ഇപ്പോഴും ഇങ്ങനെ ഒരു ലെവലിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കലാമണ്ഡലം സത്യഭാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചർ എന്നുള്ള ആ ഒരു വിളിയൊക്കെ ഇപ്പോൾ മാറി. കാരണം ഇവരുടെ വീഡിയോസിൻ്റെ അടിയിൽ തന്നെ ഇവരെ നെഗറ്റീവാക്കി തന്നെയാണ് ആളുകൾ കമൻ്റ് ഇടുന്നത്. പിന്നെ കുറച്ച് ഇതുപോലത്തെ തീട്ടം പോലെയുള്ള ആളുകൾ മാത്രം, ഇവരെ പോലെയുള്ള തീട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതുപോലുള്ള ഇവർ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന, ബോഡി ഷെയ്മിങ് നടത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളോട് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല, ആർക്കും ഇവരുടെ ഒരു രീതിയോട് ഇഷ്ടപ്പെടാവുന്നതല്ല. പിന്നെ പ്രായത്തെ ബഹുമാനിച്ച് കുറേ ആളുകൾ മിണ്ടാതിരിക്കുന്നു എന്നുള്ള ഒരു സത്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ പ്രവൃത്തിയോ ഇവരുടെ സംസാര രീതിയോ ഒന്നും ഒരാൾക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം പല ആളുകളെക്കുറിച്ച് ഇവർ വിമർശിക്കാൻ മാത്രമാണ് വാ പൊളിക്കുന്നത്. ഈ ചേച്ചിയെ മറ്റുള്ളവരെ പരിഹസിക്കാനും തിന്നാനും മാത്രമാണ് വാ പൊളിക്കുന്നതെന്നുള്ള കാര്യം 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നന്ദനയോട് ചോദിച്ചപ്പോൾ, നന്ദനയോടൊന്നല്ല നിങ്ങളോടാണെങ്കിലും ചോദിച്ചാൽ ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ തന്നെ പറയുള്ളൂ. അല്ലാതെ 100% ഇവർ പെർഫെക്റ്റ് ആണെന്ന് ഒരു മനുഷ്യനും പറയില്ല. കാരണം ഇവരുടെ വായിലെ നാക്കാണ് ഇതുപോലെ രീതിയിൽ ഇവരെ അത്രത്തോളം കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്നുള്ള ആ ഒരു ലെവലൊക്കെ മാറ്റിപ്പോയി. ഇപ്പോൾ തള്ളയെന്നും അമ്മച്ചിയെന്നും ആ ഒരു ലെവലിലാണ് ഇവരെ അമ്മച്ചിയെന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ടല്ല, ഒരു കളിയാക്കിയ രീതിയിലാണ് ഇവരെ സംസാരിക്കുന്നത്. അത്രയും പ്രായമായ ഒരു കിളവി എന്നുള്ള ലെവലിലാണ് അവരെ ആ അമ്മച്ചി എന്ന് വിളിക്കുന്നത് തന്നെ ആളുകൾ. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് പക്ഷേ നന്ദന വളരെ സ്റ്റാൻഡേർഡോട് തന്നെയാണ് നന്ദന ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അവരോട് ചോദിച്ചപ്പോൾ ഇവരെക്കുറിച്ചുള്ള കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടി സംസാരിക്കത്തില്ലേ ചേച്ചി നിങ്ങൾക്ക് എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ നന്ദന ഇറക്കിയ പ്രസ്താവന കേട്ടിട്ട് ഇതിന് മറുപടി ആയിട്ട് ഈ കലാമണ്ഡലം സത്യഭാമയമ്മച്ചിയെ വീണ്ടും വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു വ്യക്തിനെ നമസ്തെ. അധിക്ഷേപിക്കാം, അങ്ങനെ ഈ വീഡിയോ എന്നെ കുറിച്ചിട്ട് ഒരുത്തി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. എന്തുകൊണ്ടാണ് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം അവള് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. മുടിയുണ്ടെന്ന്. ഇത് വെപ്പുമുടിയാണ്, നിനക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് വെപ്പുമുടിയാ. നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാന്നൊക്കെ എനിക്കറിയാം കേട്ടാ. തള്ളയുടെ വായിന്ന് വീഴുന്ന വാക്കുകൾ ഇതുപോലെയാണ്. ഇപ്പം നന്ദന ഒരു വർത്തമാനം പറഞ്ഞപ്പോഴത്തേന് നന്ദനയ്ക്ക് കൊടുത്ത ആ നന്ദന പറഞ്ഞ കാര്യത്തിനല്ല ഇവർ റിപ്ലൈ കൊടുക്കുന്നത്. ഇവർ പിന്നെ അവരെക്കുറിച്ച് ബോഡി ഷെയ്മിങ് നടത്തുന്ന ലെവലിലാണ് ഇവർ സംസാരിക്കുന്നത്. ലോറി കയറിയ പോലെയുള്ള മുഖമല്ലേടി നിൻ്റേത്, അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയിരിക്കുന്ന ആർക്കാണ് സൗന്ദര്യമുള്ളത്, ബിഗ് ബോസിൽ പോകുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അവിടെ ചെല്ലുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്ന വാക്കുകൾ, അവരുടെ വളരെ താഴ്ന്ന ലെവലിലുള്ള നിലപാടുകളാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോഴും ഇവർ സൗന്ദര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നന്ദന എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് അത്ര മോശമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മോഹമല്ല അവരുടേത്. അവർക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട്. ഒരുപാട് ഓവർ സൗന്ദര്യമൊന്നുമല്ല, എന്നാലും അവരെ കുറ്റം പറയാനുള്ള ലെവലിലുള്ള മോശമായിട്ടുള്ള ഒരു ഫേസൊന്നും അല്ല ആ പെൺകുട്ടിക്കുള്ളത്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നിരിക്കുന്നവരെല്ലാവരും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് അവർ പറഞ്ഞിരിക്കുന്നത് തരം താഴ്ന്ന ലെവലിലുള്ളതാണ്. അതായത് മോശമായിട്ടുള്ള ലെവലിൽ ചെന്ന് കൊടുത്തിട്ടാണ് ആ ഒരു ലെവലിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് നമുക്ക്
അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബിഗ് ബോസിൽ വന്ന ആളുകൾക്ക് ആർക്കാണ് സൗന്ദര്യമുള്ളതെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ, ഇവരാണ് ഐശ്വര്യ റായി, അല്ലാതെ ബാക്കിയുള്ള ആളുകൾക്ക് ആർക്കും സൗന്ദര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അവരുടെ സംസാര രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അത്രയധികം ആളുകൾക്ക് ഇവരെ വെറുപ്പ് തോന്നാനുള്ള കാരണവും. ഇപ്പോൾ ഈ ഒരു നന്ദന പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് അതിന് തിരിച്ച് ഇവർ റിയാക്ഷൻ ചെയ്തിരിക്കുന്നതും ഈ ഒരു ലെവലിൽ തന്നെ, ഒരു മോശമായ ലെവലിൽ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അവരെക്കുറിച്ച് ആര് സംസാരിക്കുന്നോ അവരെ അത്രയധികം അവരുടെ സൗന്ദര്യം, അവരുടെ എന്തെങ്കിലും കുറ്റമുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കുകയും അവരുടെ ആ ഒരു നിറത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ ഒരു ലെവലിൽ ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീ, ഇവരെയൊക്കെ എങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ ആ ടീച്ചർ എന്നുള്ള വിളിയൊക്കെ മാറിയിട്ട് തള്ളയെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരെക്കുറിച്ച് ആര് വീഡിയോ എടുത്താലും അവർ സംസാരിക്കുന്ന ലെവല് അങ്ങനെ ആയിപ്പോയിരിക്കുന്നത്. അത് അവർ തന്നെയാണ് അത്രയധികം താന്ന് സംസാരിക്കുന്നത്. അവർ പറയുന്നതാണ് 68 വയസ്സായ ഞാൻ കണ്ടില്ലേ ഞാനിപ്പോൾ ഇരിക്കുന്നത്, നീയൊക്കെ ഈ പ്രായമാകുമ്പോഴത്തേക്കിന് നീയൊക്കെ മണ്ണിനടിയിൽ പോകും എന്നൊക്കെ രീതിയിലാണ് ഇവർ പറയുന്നത്. ഇവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവരുടെ ഈ സംസാരവും പ്രവൃത്തിയും കൊണ്ട് കാലിന് പോലും വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ കാലം കയറുമായിട്ട് വരുമ്പം തന്നെ ഇവരുടെ ഈ വാക്കുകൾ കൊണ്ട് വാക്ക് കേട്ട് പേടിച്ചിട്ടായിരിക്കാം ഇവർ തിരിഞ്ഞു പോയിരിക്കുന്നത്. അല്ലാതെ ഇവരുടെ മറ്റുള്ളവരുടെ എത്ര ആയുസ്സുണ്ട്, അവരെങ്ങനെയാണ് എന്താണെന്നുള്ള രീതിയിലൊന്നും വിലയിരുത്താനുള്ള ആളായിട്ടില്ല ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ. ഇവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് പല 100 കുറ്റങ്ങളാണ്. പക്ഷേ ആ പുള്ളിക്കാരത്തി ഇപ്പോഴും 100% സൗന്ദര്യവും ഒക്കെ തികഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുള്ള ലെവലിലാണ് ആ പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാട്. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൗന്ദര്യം, ജാതി എന്നീ കാര്യങ്ങളാണ്. ഉന്നത ജാതിയിലുള്ള ആളുകൾക്ക് മാത്രമേ എല്ലായിടത്തും മുൻതൂക്കം ലഭിക്കാവുള്ളൂ. അതുപോലെ തന്നെ വെളുപ്പ് നിറമുള്ള ആളുകൾ മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളെയും ഇവരെ വിമർശിച്ചിരിക്കുന്നത്. RLV രാമകൃഷ്ണൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഇവരെ ആളുകൾ എത്രത്തോളം ഇവരെ മോശമായ രീതിയിലാണ് ഇവരെ മനസ്സിലാക്കിയതെന്നുള്ള കാര്യം അത് മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും ഇവർ വീണ്ടും ചലച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ഭാഗത്തുനിന്ന് ആളുകൾക്ക് അത്രയധികം വെറുപ്പ് തോന്നി അവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട്, ഇവരുടെ നിലപാടുകൾ കൊണ്ട് ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അറിയാമായിട്ടും ഇവർ വീണ്ടും വന്ന് ഓരോരുത്തരെയും അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് തോന്നിയെങ്കിലോ അവരെ ഇതുപോലെ രീതിയിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുന്നതൊക്കെ രീതിയിലുള്ള വാക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇവരുടെ പുതിയ ഇര നന്ദനയാണ്. എന്തായാലും നന്ദന നല്ല മറുപടി തന്നെ കൊടുക്കും. എന്തായാലും രണ്ടുപേരും കട്ടയ്ക്ക് സംസാരിക്കുന്ന ആളുകൾ തന്നെയാണെന്ന് നമുക്കറിയാം. ബിഗ് ബോസിൽ വന്നപ്പം തന്നെ നമുക്ക് നന്ദനയെക്കുറിച്ച് അറിയാവുന്നതാണ്. നന്ദന ഉരുളക്കുപ്പേരി കൊടുക്കുന്ന രീതിയിലുള്ള സംസാര രീതിയാണ് നന്ദനയുടേതും. അപ്പോൾ നന്ദനയോട് ചോദിച്ചപ്പോൾ നന്ദന സ്റ്റാൻഡേർഡോട് കൂടിയാണ് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. അതിപ്പോൾ ആര് ചോദിച്ചാലും ആ ഒരു ലെവലിലാണ് സംസാരിക്കുന്നത്. എന്തായാലും അമ്മച്ചിയെ അടങ്ങുന്നില്ല. ഇത്രയും പ്രായമായിട്ടും മര്യാദയ്ക്കൊന്നും അടങ്ങി ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഇനി എന്താണ് കുറ്റം, എന്താണ് കുറവ്, അവർക്ക് സൗന്ദര്യമുണ്ടോ, അവർക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് വേറെ ഒരു തൊഴിലുമില്ലാതെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പോവുകയാണ് ഈ പുള്ളിക്കാരത്തിയുടെ മെയിൻ പരിപാടി എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.